ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത എൻ.ഡി.എ മുന്നണിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് വന്ന പ്രമുഖമായ ഒരു പാർട്ടി മുന്നണി വിടുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇതിനെക്കുറിച്ച് ബി.ജെ.പി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പാർട്ടിയുമായി തന്ത്രപരമായ സഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ മഹാരാഷ്ട്രയിൽ ബി.ജെ.പി സഖ്യത്തെ താങ്ങി നിർത്തുന്നതിൽ ഒരു നിർണായക റോൾ വഹിച്ച അജിത് പവാറിൻ്റെ എൻ.സി.പി.യാണ് ഇപ്പോൾ ഈ സഖ്യം വിടാൻ ഒരുങ്ങുന്നത്. ഈ സഖ്യത്തെക്കുറിച്ചാണ് ഫട്നാവിസ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുമായിട്ട് വൈകാരികമായ സഖ്യമാണ്, പക്ഷേ ഈ അജിത് പവാറിൻ്റെ സഖ്യവുമായിട്ടുള്ള സഖ്യം ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രപരമായ സഖ്യമാണെന്ന്. ഇത് മുൻപ് തന്നെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ബി.ജെ.പി ശരത് പവാറിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അജിത് പവാറിനെ അടർത്തിയെടുത്തതെന്ന്. ഏതായാലും അജിത് പവാർ മുന്നണി വിടുകയാണ്. ഈ അടുത്ത സമയത്ത് ഷിൻഡെയും അജിത് പവാറും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. അവരുടെ നേതാക്കന്മാർ തമ്മിൽ വലിയ ശത്രുതാ മനോഭാവത്തിലേക്ക് നീങ്ങുന്നു. നിലവിൽ RSSന് ഒട്ടും താല്പര്യമില്ല അജിത് പവാറിന് കൂട്ടി ഈ സഖ്യം മുൻപോട്ട് പോകുന്നതിന്. അജിത് പവാർ വരുന്നതിനെയും അവർ ശക്തമായി അന്ന് എതിർത്തിരുന്നു. ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിലും അസ്വാരസ്യങ്ങൾ പടരുന്നു. ഈ സഖ്യത്തിൽ അജിത് പവാറിനെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വലിയ വിഭാഗം അണികളും നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളായി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന എൻ.ഡി.എയുടെ ഒരു ഘടകകക്ഷി സഖ്യം വിടും എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. ഏതായാലും ബി.ജെ.പി സഖ്യത്തിൽ നിന്നും അജിത് പവാറിൻ്റെ എൻ.സി.പി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും ബി.ജെ.പിയും തനിച്ചായിട്ട് മത്സരിക്കും. 2019 സമാനമായ ഒരു സാഹചര്യത്തിൽ അന്ന് ബി.ജെ.പിയും ശിവസേനയുമായ സഖ്യം ഇന്നും ബി.ജെ.പിയും ശിവസേനയുമായിരിക്കും സഖ്യമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.